നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. തലശ്ശേരിയിൽ നിന്നുള്ള റസീനയുടെ കഥകൾ കേട്ട് കേരളം ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. ആരാണ് ഈ റസീന എന്ന് ഓർക്കുന്നവരോട് പതിവായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോലീസുകാർക്ക് തലവേദന സൃഷ്ടിക്കുന്ന റസീനയുടെ കഥ ഒരുപാടുണ്ട്. തലശ്ശേരിയിൽ മദ്യലഹരിയിൽ SIയെ ആക്രമിച്ച റസീനയ്ക്കെതിരെ വിവിധ സ്റ്റേഷനുകളായി 5ലധികം കേസുകളാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയ റസീനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് SIയെ ചവിട്ടുന്നത്. ശുചിമുറിയിലേക്ക് പോകാൻ സഹായിച്ചപ്പോഴും ഉദ്യോഗസ്ഥയെ ഇവർ ആക്രമിച്ചു. കഴിഞ്ഞ വർഷം നവംബർ 30-ന് മാഹി പന്തക്കലിൽ മദ്യപിച്ച് വാഹനാപകടമുണ്ടാക്കിയ ശേഷമുള്ള റസീനയുടെ പ്രകടനം അന്ന് വലിയ വാർത്തയായിരുന്നു. നാട്ടുകാരെ അസഭ്യം പറഞ്ഞതും ചോദ്യം ചെയ്ത യുവാവിന്റെ ഫോൺ എറിഞ്ഞുടച്ചതുമെല്ലാം വീഡിയോ സഹിതം പുറത്തു വന്നിരുന്നു. ലഹരിയിൽ റസീനയുടെ തല്ലുമാല എപ്പിസോഡുകൾ ഒരുപാടുണ്ട്. തലശ്ശേരി, ന്യൂമാഹി, പിണറായി, കണ്ണൂർ സിറ്റി, മട്ടന്നൂർ സ്റ്റേഷനുകളായി വിവിധ കേസുകളാണ് ഇപ്പോൾ ഇവർക്കെതിരെ ഉള്ളത്. മിക്കതും മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം സുഹൃത്തിനൊപ്പം കാറിൽ കീഴന്തിമുക്കിലെത്തി ബഹളമുണ്ടാക്കി. നാട്ടുകാരുമായി ഒന്ന് കൊമ്പുകോർത്തു. ഒരാളെ ചവിട്ടുകയും ചെയ്തു. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത്. പിന്നീട് തലശ്ശേരി SI ദീപ്തി സ്ഥലത്തെത്തുകയായിരുന്നു. റസീനയെ കസ്റ്റഡിയിലെടുത്തു. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുകയും ചെയ്തു. ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ റസീന SIക്ക് നേരെ ഒന്ന് തിരിഞ്ഞു, മുഖത്തടിച്ചു, ചവിട്ടുകയും ചെയ്തു. ബലം പ്രയോഗിച്ച് റസീനയെ കീഴ്പ്പെടുത്തി SIയും 2 പോലീസുകാരും ആശുപത്രി മുറിയിലാക്കി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന് റസീന ആവശ്യപ്പെടുകയായിരുന്നു. SI ദീപ്തി സഹായിക്കാനെത്തി. ശുചിമുറിയിലേക്ക് കൊണ്ടുപോകും വഴി വീണ്ടും SIയെ ഒന്ന് ചവിട്ടി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിലും ഉദ്യോഗസ്ഥയെ മർദ്ദിച്ചതിനും കേസെടുത്ത് റസീനയെ അറസ്റ്റ് ചെയ്തു. 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നേരത്തെയുള്ള കേസുകളിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ എളുപ്പം ഇറങ്ങിയിരുന്നു റസീന. പരാതിയുമായ ആളുകൾ അധികം എത്തിയതുമില്ല. എന്നാൽ വനിതാ SIയെ ആക്രമിച്ചതോടെ ഇത്തവണ ശരിക്കും പെട്ടു, ജയിലിലുമായി. ഇത്രയും പ്രശ്നമാക്കുന്ന ആൾക്കാർ ഒന്നും ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പോലീസുകാരെ നിങ്ങൾ വനിതാ പോലീസിലാതെ പെണ്ണുങ്ങളെ പിടിക്കാൻ വന്നെങ്കിൽ നാട്ടുകാർ തല്ലി കൊല്ലാണല്ലോ. സ്ഥിരം പ്രശ്നക്കാരി എന്ന കുപ്രസിദ്ധിയാണ് കുളിബസാർ സ്വദേശിയായ റസീനയ്ക്ക് തലശ്ശേരിയിലുള്ളത്. തലശ്ശേരി മദ്യലഹരിയിൽ SIയെ മർദ്ദിച്ച തലശ്ശേരി സ്വദേശി നാട്ടുകാർക്ക് സ്ഥിരം തലവേദനയാവുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി മദ്യപിച്ച് അഴിഞ്ഞാടുകയും നാട്ടുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ വടക്കുംപാട് കുളി ബസാറിലെ കല്യാണം വീട്ടിൽ റസീനയാണ് അറസ്റ്റിലായത്. തലശ്ശേരി SI VV ദീപ്തിയാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത്. ഇതിനിടെ SIയും യുവതിയുടെ കൈ ചൂട് ഒന്ന് അറിയുകയും ചെയ്തു. ഞായറാഴ്ച രാത്രി തലശ്ശേരി കീഴ്ന്തിമുക്കിലായിരുന്നു യുവതിയുടെ അഴിഞ്ഞാട്ടം. വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത യുവതിയെ കോടതി റിമാൻഡ് ചെയ്തു. മദ്യപിച്ച് കാറോടിച്ച യുവതി അപകടകരമായി വാഹനം ഓടിച്ച് മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. നാട്ടുകാർ ഇത് ചോദ്യം ചെയ്തതോടെ കണ്ണിൽ കണ്ടവരെയെല്ലാം മർദ്ദിക്കാനും അസഭ്യം പറയാനും തുടങ്ങുകയായിരുന്നു. നാട്ടുകാരിൽ ഒരാളെ യുവതി ചവിട്ടുകയും ചെയ്തു. ഇയാൾ തിരിച്ചും യുവതിയെ ചവിട്ടുകയും ചെയ്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു.
വിവരമറിഞ്ഞ സംഭവസ്ഥലത്തെത്തിയ തലശ്ശേരി SI ദീപ്തിക്ക് നേരെ യുവതി പരാക്രമം നടത്തുകയായിരുന്നു. അറസ്റ്റിലായ യുവതി ജാമ്യമെടുത്ത് ഇറങ്ങിയാൽ വീണ്ടും പതിവ് പല്ലവി ആവർത്തിക്കുകയായിരുന്നു. നേരത്തെ നിട്ടൂർ ഇല്ലിക്കുന്നിലെ മുത്തപ്പൻ ക്ഷേത്രത്തിലെത്തി മുത്തപ്പൻ കെട്ടിയാടുന്ന ആളുമായി തർക്കത്തിലായതും ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. നേരത്തെ പന്തക്കൽ വെച്ചും നാട്ടുകാരെ തല്ലിയ യുവതി മാഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനെ മർദ്ദിച്ച വകുപ്പുകൾ ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് തലശ്ശേരി പോലീസ് കേസെടുത്തത്. തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് യുവതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത്. യുവതി സഞ്ചരിച്ച കാറും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്.